ISLലെ ചില വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഈസ്റ്റ് ബംഗാൾ എത്തിക്കുന്ന താരം മുഹമ്മദ് റാഷിദ് എന്ന് പറഞ്ഞുള്ള പലസ്തീൻ താരം. 30 വയസ്സുകാരനായുള്ള താരം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. പലസ്തീൻ താരമെന്ന് ജസ്റ്റ് പറഞ്ഞാൽ പോരാ, പലസ്തീൻ്റെ ഇൻ്റർനാഷണൽ പ്ലെയറാണ്. 49ഓളം അന്താരാഷ്ട്ര മത്സരങ്ങൾ പലസ്തീൻ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചത് ഇന്തോനേഷ്യൻ ലീഗിലാണ്. പെർസബേയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചത്. അദ്ദേഹത്തിൻ്റെ കരിയർ ഉടനീളം നോക്കുമ്പോൾ ഏതാണ്ട് 104ഓളം മത്സരങ്ങൾ ആണ് ആകെ കളിച്ചിട്ടുള്ളത്. അത് നമ്പർ വൈസ് നോക്കുമ്പോൾ കുറവാണ്. 17 ഗോളും 8 അസിസ്റ്റും. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ ഈ സ്റ്റാറ്റ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഓഫ് മാച്ചസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സ്കോർ ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള, ഒരു ക്രിയേറ്റീവ് പാർട്ടൊക്കെ ഉള്ള ഒരു പ്ലെയറാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെർസബേയ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്തോനേഷ്യൻ ക്ലബ്ബിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത്. ലാസ്റ്റ് സീസണിൽ അവരുടെ ഒരു മെയിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തന്നെയാണ്. 33 മത്സരങ്ങൾ കളിച്ചു, 6 ഗോളും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചു. ആ ക്ലബ്ബ് ലീഗിൽ 4ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത് എന്നുള്ളതാണ്. അദ്ദേഹം വ്യത്യസ്ത ഇന്തോനേഷ്യൻ ക്ലബ്ബുകൾ, 3 ഇന്തോനേഷ്യൻ ക്ലബ്ബുകളിലാണ് കളിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കരിയർ 104 മത്സരങ്ങളാണ് കളിച്ചത്. അതിലാണ്ട് 92 മത്സരങ്ങളും അദ്ദേഹം ഇന്തോനേഷ്യൻ ലീഗിലാണ് കളിച്ചത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. ഇന്തോനേഷ്യക്ക് പുറമെ ഈജിപ്ഷ്യൻ ടോപ്പ് ടയർ, അതുപോലെ ജോർദൻ ടോപ്പ് ടയർ, സൗദിയിലെ ലോവർ ടയർ ഒക്കെ അദ്ദേഹം കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. എന്താണേലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ് ആയിട്ട് വരുമെന്നുള്ളതാണ് ഈ ഒരു താരത്തെപ്പറ്റി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി കോണർ ഷീൽഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം, സ്കോട്ടിഷ് താരമാണ്. ലാസ്റ്റ് 2 സീസണുകൾ ചെന്നൈയിൻ FC വേണ്ടി കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് സീസണിൽ മോസ്റ്റ് നമ്പർ ഓഫ് അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഡിമാൻഡ് വരേണ്ട ഒരു പ്ലെയറാണ്, പ്രത്യേകിച്ച് ചെന്നൈയിൻ FC വിടുന്ന ഒരു സാഹചര്യത്തിൽ. എന്നാൽ നിലവിലത്തെ ഇപ്പോൾ മാർക്കസിൻ്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഒരു തായ് ക്ലബ്ബ് അദ്ദേഹത്തിനായിട്ട് ഒരു ഭയങ്കരമായിട്ട് ലക്ഷ്യം വെക്കുന്നു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. 27 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പോൾ ISLൻ്റെ ഒരു അൺസർട്ടനിറ്റിയാണ് ISL ക്ലബ്ബുകൾ കൂടുതലൊരു ഇൻട്രസ്റ്റ് കാണിക്കാൻ വിമുഖത കാണിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി അദ്ദേഹത്തിന് 2 ക്ലബ്ബുകൾ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫേഴ്സ് അദ്ദേഹത്തിന് അത്ര ഒരു കൺവിൻസിങ് ആയിട്ട് വരാത്തത് കൊണ്ട് മാത്രമാണ് ഒരു സൈനിങ് നടക്കാത്തത്. എന്നാണെങ്കിലും അദ്ദേഹം ISLൽ ഇനിയും ഓഫേഴ്സ് വല്ലതും വന്ന് ഇവിടെ നിൽക്കുമോ, അതോ തായ്ലൻഡിലേക്ക് അദ്ദേഹം പോകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കി കാണാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ്.